ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ന് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡിയിലെ വെളിപാട് പുസ്തക പഠനത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. സാർദീസിലെ സഭയ്ക്ക് കർത്താവ് അരുളി ചെയ്യുന്ന ദൂതാണ് ഇന്നത്തെ പഠന വിഷയം. വെളിപാട് പുസ്തകം അധ്യായം 3 വാക്യങ്ങൾ 1 മുതൽ. സാർദീസിലെ സഭയ്ക്ക്. സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ ഇപ്രകാരം പറയുന്നു: നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏതു മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ചുപേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെടും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ മായിച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാർദീസിലെ സഭ. നമ്മൾ സഭകൾക്ക് ഓരോ സഭയ്ക്കും പേര് കൊടുത്തിരുന്നു. അങ്ങനെ സാർദീസിലെ സഭയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു പേരാണ് എ ഹിപ്പോക്രിറ്റിക്കൽ ചേർച്ച് എന്നത്. കാപട്യമുള്ള, കപടതയുള്ള ഒരു സഭ. തിയത്തീറയിൽ നിന്ന് 35 മൈൽ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന നഗരമായിരുന്നു സാർദീസ്. 2 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ നഗരത്തിൻ്റേതായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ഇത് വളരെ സമ്പന്നമായ വാണിജ്യം കൊണ്ടും അതുപോലെ തന്നെ മറ്റ് വരുമാന മാർഗങ്ങൾ ആർജിക്കുന്നതിൽ വൈഭവം കൊണ്ടും വളരെ സമ്പന്നമായ ഒരു നഗരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സഭയും വളരെ സമ്പത്തുള്ളവരുടെ ഒരു കൂട്ടായ്മയായിരുന്നു. സാർദീസിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് വളരെയധികം ആത്മവിശ്വാസമുള്ള ഒരു നഗരമായിരുന്നു. ആർക്കും തങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് പണ്ട് ബാബിലോൺ ചിന്തിച്ചിരുന്നത് പോലെ ചിന്തിച്ചിരുന്ന ഒരു നഗരമാണ് സാർദീസ്. അതിൻ്റെ കാരണം, അത് സ്ഥിതി ചെയ്തിരുന്നത് ഒരു വളരെ ഉയർന്ന മലയിലാണ്. അവിടേക്ക് കയറി വന്ന് ആക്രമിക്കാൻ ശത്രുക്കളെ അനുവദിക്കാത്ത വിധം പ്രതിരോധങ്ങൾ തീർത്തിരുന്ന ഈ നഗരം ഒരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്ന് ചിന്തിച്ചിരുന്ന നഗരമാണ്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, 2 പ്രാവശ്യം ഈ നഗരം വളരെ ബുദ്ധിപൂർവം ശത്രുക്കൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾക്ക് വിധേയമായി ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു ചരിത്രം. കള്ളനെ പോലെ ഞാൻ വരും എന്ന കർത്താവിൻ്റെ സൂചനയെ ഈ ഒരു പശ്ചാത്തലത്തിൽ കണ്ടാൽ കുറെ കൂടി ചരിത്രപരമായ പ്രസക്തി ഉണ്ട് താനും. സാർദീസിലെ സഭ ഇപ്രകാരം വളരെ സമ്പത്തുള്ളത്, വളരെ ആത്മവിശ്വാസമുള്ളത് ആയ ഒരു നഗരത്തിൽ സ്ഥിതി ചെയ്ത ഈ സഭ സ്വാഭാവികമായും ഇത്തരം ലൗകിക ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ ആർജിച്ച് ജീവിച്ച ഒരു സഭ ആണെന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. സാർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. ദൈവത്തിൻ്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമുള്ളവൻ ഇപ്രകാരം പറയുന്നു. സപ്താത്മാക്കൾ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു എന്ന് നേരത്തെ നമ്മൾ കണ്ടിരുന്നു. സപ്തതാരങ്ങൾ സഭയുടെ ശ്രേഷ്ഠന്മാരാണ്. സഭ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഈശോയുടെ സ്വന്തമാണ് എന്ന സൂചനയാണ് ആദ്യത്തെ വാക്യത്തിൽ നിന്ന് ലഭിക്കുന്നത്. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. വളരെ ലൈവായി സ്ഥിതി ചെയ്തിരുന്ന ഒരു സഭ എന്ന പേരാണ് സാർദീസിലെ സഭയെക്കുറിച്ച് പുറത്ത് ഉണ്ടായിരുന്നത്. ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും ഈ സഭ സമ്പന്നമായിരുന്നു. ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, ഒരുപാട് സമ്പത്ത്, ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് സാമൂഹികമായ സാന്നിധ്യം, സമൂഹത്തിൽ നല്ല പേര്, മറ്റ് രാഷ്ട്രീയ സ്വാധീനങ്ങൾ, കുറെ കൂടി സമ്പത്തുള്ള മനുഷ്യർ, അംഗങ്ങൾ, ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സഭ, അല്ലെങ്കിൽ കുറെ കൂടി ലൈവായ ഒരു സഭ എന്നൊക്കെ സാർദീസിലെ സഭയ്ക്ക് ഒരു പേര് ഉണ്ടായിരുന്നു. പക്ഷേ ഹൃദയങ്ങൾ കാണുന്നവൻ, ഫലം പരിശോധിക്കാൻ എത്തുന്നവൻ, ഓരോ തവണയും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഫലങ്ങൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവൻ ഈ സാർദീസിലെ സഭയോട് പറയുകയാണ്, നീ മൃതനാണ് എന്ന സത്യം
ലോകത്തിനറിയില്ലെങ്കിലും എനിക്ക് അറിയാം. ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. ഉണർന്നിരിക്കുക എന്ന സൂചന കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ആഹ്വാനമാണ്. നിന്നിൽ ആസന്ന മരണമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി നീ മരിച്ചിട്ടില്ല. അവിടെ ഇവിടെയായി തിരിച്ചു വരാൻ നിന്നെ സഹായിച്ചേക്കാവുന്ന കുറേയധികം നന്മകൾ നിന്നിലുണ്ട്. ആ നന്മകളെ ഊതിക്കത്തിച്ച് ആ നന്മകളെ കുറെ കൂടി ശക്തിപ്പെടുത്തി നീ നിന്റെ മരണാസന്ന നിലയിൽ നിന്ന് ജീവനിലേക്ക് മടങ്ങി വരിക. എന്തെന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. ഒരു മിനിമം ആത്മീയത ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കാൻ നമുക്ക് കഴിയില്ല. ഓരോ ദിവസവും യേശുക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാനുള്ള വിളിയാണ് ക്രൈസ്തവൻ്റെ വിളി. അതുകൊണ്ട് ഒരു മിനിമം നിയമപാലനം കൊണ്ട് കുറേയൊക്കെ ഭൂമിയുടെ മനുഷ്യൻ്റെ കണ്ണിൽ നല്ലവരായി കാണപ്പെട്ടതുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന സൂചന വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നതാണ്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല എന്ന വചനം. അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. മാനസാന്തരപ്പെടാനുള്ള വഴി ഒരിക്കൽ നീ കേട്ട സുവിശേഷത്തിൻ്റെ പവിത്രതയിലേക്ക് മടങ്ങി വരിക എന്നതാണ്. നീ സ്വീകരിച്ചതും കേട്ടതും നമ്മളെ കൃത്യമായ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നത് നമ്മൾ കേട്ട സുവിശേഷം എന്ന മാനദണ്ഡമാണ്. ക്രിസ്തു നമ്മിൽ നിന്ന് എന്താവശ്യപ്പെടുന്നുവെന്നും ക്രിസ്തു നമുക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുമുള്ള ആ നിർമ്മല ബോധ്യങ്ങളുടെ അടിത്തറമേലാണ് ഒരു നിർമ്മല ജീവിതമാകുന്ന ഭവനം പണിതുയർത്തപ്പെടുന്നത്. നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 2 പ്രാവശ്യം അപ്രതീക്ഷിതമായി ആക്രമിക്കപ്പെട്ട ആർക്കും തങ്ങളെ തോൽപ്പിക്കാനാവില്ലെന്ന് കരുതിയ ഈ നഗരത്തോട് ഒരു ഉപമ പോലെ പഴയ ചരിത്ര സത്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, കള്ളനെ പോലെ ഞാനും വരും. ഇത് ഈശോയുടെ 2ാം വരവിനെ കുറിക്കുന്ന വചനം അല്ല, മറിച്ച് ഈ ദൈവത്തിൻ്റെ വരവ്, ക്രിസ്തുവിൻ്റെ വരവ് തുടങ്ങിയ കാര്യങ്ങൾ ബൈബിളിൽ സൂചിപ്പിക്കപ്പെടുമ്പോൾ അതിന് പ്രതികാരത്തിൻ്റെ ദിനം, ക്രോധത്തിൻ്റെ ദിനം, ശിക്ഷയുടെ ദിനം എന്ന ഒരർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ട് അവരെ കർത്താവ് ശിക്ഷണം കൊണ്ട് നേരിടുന്ന, ശിക്ഷ നൽകുന്ന, ദണ്ഡനം നൽകുന്ന ഒരു ദിനം അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്നർത്ഥത്തിൽ വേണം കർത്താവിൻ്റെ ഈ വരവിനെ വ്യാഖ്യാനിക്കാൻ. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ച് പേർ സാർദീസിൽ നിനക്ക് ഉണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും, എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. ഇവിടെ സാർദീസിലെ സഭ ഒരു കാപട്യമുള്ള സഭയാണ്. പുറമെയെല്ലാം ഭംഗിയായി കാണുകയും ഉള്ളിൽ ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഒത്തതുപോലെ വളരാതിരിക്കുകയും ചെയ്ത ഈ സഭയിൽ എങ്കിലും സമ്പൂർണമായി പ്രതീക്ഷയുടെ തിരുനാളം അണഞ്ഞിട്ടില്ല. തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ചുപേർ സാർദീസിൽ നിനക്കുണ്ട്. പഴയ നിയമത്തിൽ സഖറിയായുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രധാന പുരോഹിതനായ ജോഷുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയായിരുന്നു എന്ന സൂചനയുണ്ട്. ആ മുഷിഞ്ഞ വസ്ത്രം പാപത്തിൻ്റെ അടയാളമാണ്, സൂചനയാണ്, സിമ്പലാണ്. അപ്പോൾ വസ്ത്രങ്ങൾ മലിനമാക്കുക എന്നത് പാപത്തിൽ ജീവിക്കുക എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് വേണം ഇവിടെ നൽകിയിട്ടുണ്ടാവുക. അങ്ങനെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും, എന്തെന്നാൽ അവർ അതിന് യോഗ്യരാണ്. അതുപോലെ തന്നെ ധവള വസ്ത്രധാരികളാകുന്ന മറ്റൊരു കൂട്ടരാണ് വിജയം വരിക്കുന്നവർ. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ളവസ്ത്രം ധരിപ്പിക്കപ്പെടും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ മായിച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെയും മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം മായിച്ചു കളയുകയില്ല, പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ അവൻ്റെ നാമം ഏറ്റുപറയും എന്ന് പറഞ്ഞാൽ സാർദീസിലെ സഭയുടെ പാപങ്ങളിലൊന്ന് സമൂഹത്തിൽ കർത്താവിനെ ഏറ്റുപറയുന്നതിൽ അവർ കാണിച്ച ഒരു ദുരഭിമാനം ആകാനിടയുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. വിജയം വരിക്കുന്നവനെ കർത്താവ് പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയും എന്ന് പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് 10-ാം അധ്യായത്തിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് സാർദീസിലെ സഭ, ആ സഭയിൽ വസ്ത്രങ്ങൾ മലിനമാക്കിയവരായി കാണപ്പെട്ടവരെല്ലാം കർത്താവിനെ സമൂഹത്തിൽ ഏറ്റുപറയുന്നതിൽ ലജ്ജ കാണിച്ചവരാണ്. വിജയം വരിക്കുന്നവരെന്ന് പറയുന്നത് ഈ സാക്ഷ്യ ജീവിതം നയിച്ച
ധീരോചിതമായി കർത്താവിനെ ഏറ്റുപറയാൻ ധൈര്യം കാണിച്ച കൃപ കൊണ്ടു നടന്ന മനുഷ്യരെയാണ്. അവരെ കർത്താവ് പിതാവിൻ്റെയും ദൂതന്മാരുടെയും മുമ്പിൽ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാർദീസിലെ സഭ കാപട്യമുള്ള ഒരു സഭയായിരുന്നു. പൂത്തുലഞ്ഞു നിന്ന അത്തിവൃക്ഷം പോലെ ബാഹ്യമായി മനോഹരമായി കാണപ്പെടുകയും എന്നാൽ ഉള്ളിൽ ഫലമില്ലാതിരിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ ഫലം കുറഞ്ഞുപോയ, കാലാന്തരത്തിൽ ഫലം പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സഭയാണ് സാർദീസിലെ സഭ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ സഭയുടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെട്ടതായി കാണുന്നില്ല. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നല്ലവരായി കാണപ്പെട്ടാലും, ലോകത്തിൻ്റെ നിലവാരമനുസരിച്ച്, നീതിയുടെ മാനദണ്ഡമനുസരിച്ച് ലോകം നമ്മെ നല്ലവരെന്ന് വിളിച്ചാലും, യേശുക്രിസ്തുവിൻ്റെ നിലവാരത്തിലേക്ക് എത്തുന്നതുവരെ നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർത്തീകരിക്കപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ആസന്ന മരണമായതിനെ ഉജ്ജീവിപ്പിച്ച് ശക്തിപ്പെടുത്തി ജീവനിലേക്ക് മടങ്ങി വരാനുള്ള ക്ഷണമാണ് സാർദീസിലെ സഭയ്ക്കും നമുക്കും ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നത്. ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ബൈബിൾ നമ്മളെ വായിക്കുകയാണ്. ബൈബിളിലെ ഓരോ വാചകവും നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് പരിചയമുള്ളതോ പരിചയമില്ലാത്തതോ ആയ മറ്റൊരാൾക്ക് വേണ്ടി എഴുതപ്പെട്ട വാക്യങ്ങളല്ല, മറിച്ച് ഈ വാക്യങ്ങൾ എന്നോട് സംസാരിക്കുകയാണ്, നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഈ താക്കീത് ഗൗരവമാണെന്ന് തിരിച്ചറിയാനുള്ള ക്ഷണം കൂടിയാണ് ഈ ദിനം. വചന പഠനത്തിൽ താല്പര്യത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. തുടർന്നും കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാൻ, മുടങ്ങാതെ വചനം പഠിക്കാൻ നമുക്ക് സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ പരമാവധി ആളുകൾക്ക് പരിചയപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക്, ബന്ധുക്കൾക്ക്, സ്നേഹിതർക്ക് വചന പഠനത്തിന് വേണ്ട തീഷ്ണത ലഭിക്കാൻ പ്രാർത്ഥിക്കുകയും അവരോട് തിരുവചന പഠനത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. നാളെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും നിങ്ങളെ കാണുന്നതിന് മുൻപ് ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും കാണും വരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. ദൈവകൃപ നിങ്ങളോട് കൂടെ.